മൂവാറ്റുപുഴയിൽ 9 പേരെ കടിച്ച നായ്ക്ക് പേ വിഷബാധയെന്ന് സ്ഥിരീകരണം. മണ്ണുത്തി വെറ്റിനറി കോളേജിൽ നിന്നുള്ള ഫലമാണ് പുറത്തുവന്നത്. ആക്രമണം നടത്തിയ നായ കഴിഞ്ഞ ദിവസമാണ് ചത്തത്. പേ വിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മൂവാറ്റുപുഴ നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു. ആക്രമണം നടന്ന മേഖലയിലെ തെരുവു നായ്കൾക്ക് ഉടൻ വാക്സിനേഷൻ ചെയ്യും. മുഴുവൻ നായകളെയും പിടികൂടി നിരീക്ഷിക്കാൻ സംവിധാനമൊരുക്കും. അർജുൻ മട്ടന്നൂരാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. 9 വ്യക്തികളെ ഈ നായ കടിച്ചിട്ടുണ്ട്. എത്ര തെരുവു നായകളെ അല്ലെങ്കിൽ തെരുവിലുള്ള നായകളെ ഈ വളർത്തുനായ ആക്രമിച്ചു എന്ന് അതിന് കൃത്യമായ കണക്കൊന്നുമില്ല. അപ്പോൾ ഒരു അപകടകരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ബിനിൽ. അതായത് മൂവാറ്റുപുഴയിൽ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഒരു വളർത്തുനായ പുറത്തിറങ്ങി നിരവധി ആളുകളെ കടിച്ചത്. കുട്ടികളടക്കം 9 പേർക്കാണ് ഈ നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഈ മദ്രസയിലേക്ക് പോവുകയായിരുന്നു കുട്ടികൾ, അമ്പലത്തിലേക്ക് പോവുകയായിരുന്നു കുട്ടികൾ, ട്യൂഷനും മറ്റും പോവുകയായിരുന്നവർ, അതോടൊപ്പം തന്നെ ജോലി സ്ഥലങ്ങളിലും മറ്റുമുള്ള ആളുകൾ, ഇത്തരത്തിൽ 9 പേർക്കാണ് കടിയേറ്റത്. ഈ നായയെ ഏതാണ്ട് 5 മണിക്കൂറോളമാണ് ഈ നായ ഈ മേഖലയിൽ മൂവാറ്റുപുഴ നഗരസഭയിൽ വലിയ തോതിലുള്ള ഒരു പരിഭ്രാന്തി സൃഷ്ടിച്ചത്. തുടർന്ന് കോട്ടയത്ത് നിന്നും വന്ന പ്രത്യേക സംഘം ഈ നായയെ പിടികൂടുകയായിരുന്നു. അതിനുശേഷം കൂട്ടിലടച്ച ഈ നായ കഴിഞ്ഞ ദിവസം ചത്തു. ഇതിന് പിന്നാലെയാണ് പേവിഷബാധ സംശയം ഉയർന്നത്. ഇതിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയ്ക്ക് മാറ്റിയിരുന്നു. അവിടെ വെച്ച് നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ അടക്കം ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിന് പിന്നാലെ അല്പസമയത്തിനകം തന്നെ മൂവാറ്റുപുഴ നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം ചേരാനും തീരുമാനമായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഈ നായ മറ്റാരെങ്കിലും കടിച്ചിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ അവിടെയുള്ള മറ്റ് നായകളെ, പ്രത്യേകിച്ച് തെരുവ് നായകളെ ഈ നായ കടിച്ചിട്ടുണ്ടോ തുടങ്ങിയ ഒരു ആശങ്കയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ നായകളെ എല്ലാം തന്നെ പിടികൂടി കുറച്ച് ദിവസത്തേക്ക് നിരീക്ഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുമെന്നാണ് നഗരസഭാ ചെയർമാൻ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മറ്റാർക്കെങ്കിലും കടിയേറ്റിട്ടുണ്ടോ എന്ന കാര്യവും നഗരസഭ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഒരു ആശങ്ക ഇത് സംബന്ധിച്ച് ഉണ്ട് എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ ഈ കടിയേറ്റവർ നേരത്തെ തന്നെ 2 തവണ വാക്സിനേഷൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇവർ ഇതിൻ്റെ മറ്റ് തുടർ വാക്സിനേഷനുകൾ മുടക്കരുത് എന്നൊരു നിർദ്ദേശവും നഗരസഭാ അധികൃതരും ആരോഗ്യ പ്രവർത്തകരും നൽകുന്നുണ്ട്. എന്തായാലും മറ്റ് തീരുമാനങ്ങൾ അല്പസമയത്തിനകം ചേരുന്ന കൗൺസിൽ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ബിനിൽ.